അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തൊരു കാര്യം ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് തന്നെ നമ്മളുടെ ഡോഗ് എന്തോ അലവലാതി ഡോഗ് എന്ന. എവിടെ പോവാ? കോസം പാർട്ടിക്ക് പോവാ. കോസം പാർട്ടിക്ക് ഋഷിനെയാണ് ഈ പ്രാവശ്യം കൊണ്ടുപോകണം. ഋഷി പോയിട്ടില്ല ഇതുവരെ. അല്ല ഋഷി കോസം പാർട്ടിക്ക് പോവാണ്. അടങ്ങി വന്നിരിക്കണം കേട്ടോ.
ഹലോ ഫാമിലി. ഞാനേ ഇപ്പം ഈ പോസം പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അല്ലാതെ എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. അവിടെ എനിക്ക് തോന്നണ കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം 1-2 പേരൊക്കെ വേഗം പോയായിരുന്നു. എനിക്കുണ്ടായെന്ന് വെച്ചാൽ എനിക്കറിയാലോ, എനിക്ക് 3-4 പേര് ഡോഗ്സ് ഉള്ളതാണ്. അപ്പം അതിൽ ഒരാളെയും കൊണ്ടാണ് ഞാൻ പോയത്, അതായത് ഋഷിനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോയി ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് 4 മണി മുതൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇവിടെ നിന്ന് ഏകദേശം ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എനിക്കൊരു 1 hour അടുത്തുണ്ട്. അതായത് ഡോഗായിട്ട് പോകുമ്പോൾ സ്ലോയിൽ പോകണം. നമ്മളപ്പോൾ എന്ത് ചെയ്ത്, ഡോഗിൻ്റെ ഒരു ഇതല്ലേ, മാക്സിമം നമ്മൾ അതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് 1-2 ഫ്രണ്ട്സും അവരുടെ പെറ്റ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നീഗിലുണ്ടായിരുന്നു, രശ്മി ഉണ്ടായിരുന്നു. അവരവരുടെ ഡോഗായിട്ട് വന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5-6 പേരുണ്ടായിരുന്നു. അപ്പം അറിയാലോ, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടാണ് കയറുന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്തു. ഒരു 10,000 സംതിങ്ങിൻ്റെ ടിക്കറ്റ് നമ്മളെടുത്ത് കയറി. അവിടെ ചെന്ന് തേവരെ ചെന്ന് നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു കേട്ടോ. ചെന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഒരു ഗ്രൗണ്ടിലാണ് സാധാരണ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോഴൊക്കെ, കഴിഞ്ഞ വർഷമാണോ ഓക്കെ പോയപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിലായിരുന്നു പാർക്കിംഗ്. നമ്മളത് ആലോചിച്ച് ചെല്ലുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ആ റോഡ് കയറുമ്പോൾ തന്നെ പോസം പാർട്ടിയുടെ ടീം ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഓടിച്ച് ചെന്നപ്പോൾ അവിടെ ക്രിക്കറ്റ് നടക്കുവാണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡ് നമ്മൾ കോളേജിൻ്റെ അവിടെ ചെന്നപ്പോൾ വാച്ച്മാൻ പറഞ്ഞു ഇവിടെയല്ല പാർക്കിംഗ്, അപ്പുറത്തെന്ന് പറഞ്ഞു. അറിയാലോ, തേവര കോളേജിൻ്റെ റോഡ്. അവിടെ നിന്ന് ഈ വണ്ടി തിരിച്ച് നമ്മൾ നേരെ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഇവിടെ കയറാൻ പറ്റത്തില്ല, ഇവിടെ 5 മണിക്കേ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ വാച്ച്മാൻ അറിയണം, അല്ലെങ്കിൽ അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം. ആ സമയത്ത് ഇല്ലായിരുന്നു. എവിടെ നിന്നോ ഒരു ചെറുക്കൻ വീണ്ടും ഇവിടെ ഓടി വന്നു, മേഡം ഇവിടെ 5 മണിക്കാണ്. അപ്പോൾ ഞാൻ അയാളോട് ശരിക്കും പറഞ്ഞാൽ ചൂടായി. കാരണം നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്തൊന്നും നല്ല ചൂടാണ്. നമ്മൾക്കും മനുഷ്യരെക്കാളും കഷ്ടമാണ്, ഡോഗ്സിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഋഷി ആകെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ പറഞ്ഞു 5 മണിക്ക്. എന്നിട്ട് അവർ പറയുന്ന വർത്താനം കേൾക്കണം, നിങ്ങൾ 1 മണിക്കൂർ എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യൂ. അപ്പം തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ചു, 1 മണിക്കൂർ യാത്ര ചെയ്ത് 1 മണിക്കൂർ പിന്നെയും ആ കാറിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ എവിടെ സ്പെൻഡ് ചെയ്യും? അവിടെ ആ തേവരയിൽ ഒരു സ്ഥലം പോലും ഇല്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് നേരെ തേവര കോളേജിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടു. എന്ത് വരട്ടെ എന്ന് എഴുതിയിട്ട് കുറേ കഴിഞ്ഞ് കുറേ ഒച്ചപ്പാടെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഗ്രൗണ്ടിൻ്റെ അല്ല, അതിൻ്റെ തൊട്ട് പുറകിൽ ഏകദേശം നമ്മൾ കുറച്ചങ്ങ് പോവാനുണ്ട്, അപ്പുറത്ത് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ വണ്ടി തിരിച്ച് ഈ സാധാരണ പാർക്കിങ്ങിൻ്റെ തൊട്ട് ബാക്കിലെ ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറി അവിടെ നിന്ന് ഈ ഡോഗ് 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് വന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ അതിൽ കൂടി നടക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നടന്ന് അവിടെ എത്തി. അപ്പോഴേക്കും അവൻ അലമ്പായി. എന്നുവെച്ചാൽ ഡോഗ് എന്ന് പറയുന്നത് പല രീതിയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ അത്ര സുഖത്തിലല്ല. കാരണം ചൂടുണ്ട്, ഭയങ്കര ചൂടുണ്ട്. ഒരു രീതിയിലും ഓക്കെ അല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തതിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പെറ്റ്സ് ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി അത് ഏത്, അതായത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ ചുങ്കിരി മോനെ അങ്ങനത്തെ പെറ്റ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പറയാൻ പറ്റില്ല. കാരണം അവൻ ഗാർഡിങ് പർപ്പസിനുള്ളതാണ്. അപ്പോൾ ആരോടൊക്കെ അവൻ ദേഷ്യപ്പെടും, ആരെയൊക്കെ പിടിച്ച് കടിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വാക്സിനേറ്റഡ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഡോഗിന് ഒരു ബാഡ്ജ് തന്നു. ഓക്കെ, കഴുത്തിൽ കെട്ടെ. അത് കഴുത്തിൽ ഒരു കണക്കിന് ഞാൻ കെട്ടിവെച്ചു. ഞങ്ങൾക്കുണ്ട് ഓരോ കെട്ട്. അപ്പോൾ ഇവൻ പോണ വഴിക്കൊക്കെ ഇവൻ ഇഷ്ടപ്പെടാത്തവരെയൊക്കെ ഇവൻ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ഈ പോസം പാർട്ടിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഒരു സ്ഥലത്ത് പോലും ഞാൻ ഋഷിനെ ആളുള്ള സ്ഥലത്ത് വിട്ടിട്ടില്ല. ഞാൻ ഈ സാധനം തന്നെ മാക്സിമം അവന് ടൈറ്റായിട്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. പാവത്താൻ അത്രയും ടൈറ്റിലാണ് നിന്ന് വെച്ചത്. എന്നിട്ടും അവൻ ചാടുന്നുണ്ടായിരുന്നു. കാരണം ചില ആളുകളെ നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ്, ചില ആളുകളെ പിടിക്കത്തില്ല. അതായത് എൻ്റെ സൈഡിൽ വരുന്ന ആൾക്കാർ അവൻ ചിന്തിക്കുന്നത് എൻ്റെ സൈഡിൽ കൂടി ഗാർഡിങ് പർപ്പസ് തന്നെയാണ്. എൻ്റെ സൈഡിലേക്ക് ഭയങ്കരമായിട്ട് ചേർന്നവരോട് അവൻ ചാടുന്നുണ്ടായിരുന്നു. ഞാൻ വലിച്ചില്ലെങ്കിൽ അവർക്ക് കടിയും കിട്ടും, ഉറപ്പുള്ള കാര്യമാണത്. അപ്പോൾ എല്ലാ ഡോഗുകളും ഒരുപോലെ അല്ല. ചില ഡോഗുകൾ ചില ആൾക്കാരെ പിടിക്കും. ചില സ്ഥലത്ത് ഋഷി നിങ്ങൾക്ക് CCTV നോക്കിയാൽ കാണാം, അവൻ്റെ ലീഷ് ഓടിച്ചിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ അവന് പിടിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ ഇവിടെ നിന്ന് മാറി, ഇവൻ ആകെ ഓക്കെ അല്ലല്ലോ എന്ന് കരുതി നമ്മൾ ആ ഒരു പുഴയുടെ അരിയത്തേക്ക് മാറി. അവന് കുറേ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ ഇതാക്കി ടവലൊക്കെ നനച്ച് അവനെ ഇതാക്കി ഒന്ന് കാമാക്കി. ആള് പിന്നെ അവിടെ പോയി സീറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ട്. അതൊക്കെയാണ് നിങ്ങൾ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ ഡോഗ് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നിങ്ങൾ പോകൂ, ഡോഗിന് ഇങ്ങനെ പുള്ളി ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ഞങ്ങളവിടെ നമ്മളൊരു സമാധാനത്തിന് എൻജോയ്മെന്റിന് പോകുന്നതാണെങ്കിൽ തെറ്റി. കാരണം അവിടുത്തെ വാലണ്ടിയേഴ്സ് ഉണ്ട്, അതായത് ഈ കോർഡിനേറ്റേഴ്സ് ആയിട്ട് വെള്ള യൂണിഫോം ഇട്ട് പോസം പാർട്ടിയിട്ടത്. നമ്മൾ ഈ അത്രയും അലർട്ടായിട്ട് ഈ ഡോഗിനെയും പിടിച്ചുകൊണ്ട് നടക്കണം. കുരക്കാൻ പാടില്ല, അവർ ചാടാൻ പാടില്ല, കടിക്കാൻ പാടില്ല. കടിക്കുന്നതൊക്കെ ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും ശ്രദ്ധിച്ച് ശ്വാസം മുട്ടിയ ഒരു പാർട്ടി എന്ന് പറയാം. പാർട്ടി എന്ന് ഇതിനെ പേരിടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയും അലർട്ടായിട്ട് ഇത്രയും ടൈറ്റ് ചെയ്ത് ഇവനെ പിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ അവിടെ എത്തിയപ്പോഴേക്കും ഈ പോസം പാർട്ടിയിലുള്ള ഏതൊരു പെങ്കൊച്ചിനെ അടുത്ത് നിൽക്കുവാണ്. ഞാനൊരു ആളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പോസം പാർട്ടിയിലുള്ളവർക്ക് ഒരു ബോധം വേണമല്ലോ, ഡോഗിന്റെ തൊട്ടടുത്തേക്ക് വന്ന് നിൽക്കരുത്. നമ്മൾ എത്ര നേരം എന്ന് ചിലട്ടേക്ക്. ഞാനൊരു ചേച്ചിയോട് അതിന്റെ ഡോഗിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴത്തേന് ഇവൻ അത്രയും ടൈറ്റ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. എവിടെ ലീഷിലല്ല, അവന്റെ കോളറിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി അത്ര അടുത്ത് വന്നിട്ടായിരിക്കണം ചെറിയൊരു ബൈറ്റ് കിട്ടി. ചെറിയൊരു ബൈറ്റ് എന്ന് വെച്ചാൽ ചോര വന്നിട്ടില്ല, മീൻസ് കടിച്ചു പറിച്ചു എന്നല്ല. ഇങ്ങനെ പിടിച്ചപ്പോഴേക്കും അവളുടെ കാലിന്റെ ആ ഭാഗത്തെങ്ങാണ്ടും അവന്റെ പല്ല് കൊണ്ടിട്ടുണ്ട്. കാരണം ജീൻസ് കീറി അങ്ങനത്തെ ഒന്നും നിങ്ങൾ തെറ്റിയിരിക്കില്ല കേട്ടോ. അപ്പോഴേക്കും പുള്ളിക്കാരി പേടിച്ചാറുണ്ട്. ഒന്നാമത്തെ കാര്യം പേടിയും കാര്യങ്ങളും വരുമ്പോൾ തന്നെ ഉള്ളവർ ഇതിലേക്ക് നിർത്താതിരിക്കുക. അപ്പൊ തന്നെ പിന്നെ അവിടെ സീനായി. ചേച്ചി അത് നോക്കണ്ടേ, അങ്ങനെയല്ലേ. ഞാൻ അത്രയും ഇതിലെ പിടിച്ചു. അപ്പോഴേക്കും വേറെ ഒരുത്തം വന്നിട്ട് ഓടി വന്നിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി ദൂരെ മാറിയിരിക്കുക. എന്നാലും നെഞ്ചത്തോട്ട് കയറണ പോലെ ഈ പറഞ്ഞ ആൾക്കാർ പട്ടിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചില പട്ടികൾക്ക് അവർക്കൊരു ഓരോ ട്രെയിനിങ്ങിനും ഓരോ കൈയുടെ ആക്ഷൻ പല രീതിയാണ്. മനസ്സിലായോ? എന്നിട്ട് എരന്ന് കടി മേടിക്കണ അവസ്ഥയിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് ദൂരേക്ക് മാറി. കുറച്ച് ഡോഗുകൾ ഇതുപോലെ തന്നെ പിറ്റ്ബുള്ള് അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തിയണ പോലെ ഞാൻ ഇവനായിട്ട് മാറി നിന്നു. അവിടെയും ഓരോരുത്തർ വരുവാണ്. ലാസ്റ്റ് കടിച്ച പെൺകുട്ടീനെ വന്നിട്ട് വേറൊരു ചെക്കൻ വന്നിട്ട് ചേച്ചി അതിന്റെ വാക്സിൻ ചെയ്തതിന്റെ ഇതെനിക്ക് വാട്സാപ്പ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാം. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഞാനപ്പൊ ചോദിക്കുന്ന പോസം പാർട്ടിക്കാരോട് കുണുവാവകളായിട്ടുള്ള ഡോഗ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതിയോ? അതായത് ഡോഗ്സ് എന്ന് പറയുന്നത് പുന്നാരിപ്പിച്ച് ഏത് കള്ളം വന്നാലും ചിരിച്ചോണ്ട് വെൽക്കം പറയുന്ന ഡോഗുകളെ മാത്രം കൊണ്ടുവന്നാൽ മതിയോ പോസം പാർട്ടിക്ക്? ഇപ്പൊ ഡോഗ് എന്ന് പറയുന്നത് അവര് ഗാർഡിങ് പർപ്പസിന് വളർത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവരോട് തിരിച്ച് ദേഷ്യപ്പെടുന്ന ഡോഗ്സ് ഉണ്ടാവും. പലതരം ഡോഗ്സ് അവിടെ വരുന്നുണ്ട് അല്ലേ. റോഡ് വീലർ വന്നിട്ടുണ്ട്, പിറ്റ്ബുള്ള് വന്നിട്ടുണ്ട്, ഇതുപോലെ തന്നെ വേറെന്തൊക്കെയോ അമേരിക്കൻ ബുള്ളി, അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ബാഡ്ജും തന്ന് ആ ബാഡ്ജ് തന്ന് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തൊരു കാര്യം ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് തന്നെ നമ്മളുടെ ഡോഗ് എന്തോ ഒരു അലവലാതി ഡോഗ് എന്ന രീതിയിലാണ് അവരുടെ സംസാരം. ഇത് കടിച്ചേനെ ചേച്ചി, ഒരു കുട്ടിനെ കടിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പോസം പാർട്ടി നടത്തുമ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം, ഒരു കുട്ടിനെ കടിച്ചിരുന്നില്ല എന്ത് ചെയ്യും? ഡോഗ്സിന് വേണ്ടി നടത്തുന്ന ഒരു പാർട്ടിയാണ്. ഡോഗ്സിന് അവിടെ ഫ്രീഡം ഇല്ല ഒരു രീതിയിൽ. നമുക്ക് കൂടെ വരുന്നവർക്ക് പ്രഷറാണ്. അതിനെ പിടിച്ച് ആകെ പ്രഷറില്ലാതെ നടക്കാൻ പറ്റുന്ന ഷിറ്റ്സുനായിട്ട് വന്നവർക്ക് ഒരു പ്രഷറില്ലാതെ നടക്കാം. അതുങ്ങൾ കടിച്ചാൽ ഇത്രയും കൊള്ളൂ. ഞങ്ങൾ അത്രയും ആ 2 മണിക്കൂർ ഈ ഡോഗിനെയും പിടിച്ചിട്ട് ഷോൾഡർ അനക്കാൻ പറ്റുള്ളൂ. അതേപോലത്തെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ പോസം പാർട്ടിക്കാർ ഒന്ന് ഇങ്ങനെയുള്ള കുരക്കുന്ന ഡോഗിനെ, കടിക്കുന്ന ഡോഗിനെ, കുണുവാവുകളായിട്ടുള്ള ഡോഗിനെ മാത്രം, കള്ളന്മാര് വന്നാലും കുരക്കാത്ത ചിരിച്ചോണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഡോഗ് മാത്രം വരിക. രണ്ടാമത്തത്, ഈ വാളണ്ടിയേഴ്സ് ആയിട്ട് നിങ്ങൾ ഒരു വെള്ള യൂണിഫോം മേടിച്ച് നിർത്തുന്നുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞായിരുന്നു കുട്ടികളെ, അപ്പൊ കുട്ടികൾക്ക് എൻട്രി ഇല്ല, ഡോഗിനെ തോണ്ടാൻ വരുന്നവർക്ക് എൻട്രി ഇല്ല. അങ്ങനെയുള്ള ഡിമാൻഡ്സും റൂൾസും വെച്ചിട്ട് നിങ്ങൾ പോസം പാർട്ടി നടത്തുക. പിന്നെ ഇത് വന്ന ഉടനെ ഞാൻ വന്ന് എൻ്റെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പൊ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ വലിയ ഡോഗിനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡോഗിനെ വളർത്തുന്ന കുണുവാവകളായിട്ടല്ല, അത്യാവശ്യം ഗാർഡിങ് പർപ്പസും എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ ഡോഗ് വളരുന്നത്. മനസ്സിലായോ? അതും പറഞ്ഞ് ചില ഡോഗുകൾക്ക് ചിലവർക്ക് കള്ള ലക്ഷണം തോന്നും. നിങ്ങളെ പോസം പാർട്ടിലുള്ള വെള്ള യൂണിഫോംമാരെയും പലർക്കും എനിക്ക് തോന്നണം അവന് കള്ള ലക്ഷണം തോന്നിയിട്ടുണ്ട്. കാരണം ഈ വെള്ള യൂണിഫോംകാരുടെ മേത്തേക്കാണ് ചാടിയിരിക്കുന്നത് കൂടുതലും ദേഷ്യം വന്നിട്ട്. അപ്പൊ എല്ലാരും വന്നിട്ട് ചുഞ്ചിനിയും ആവേ എന്ന് വിളിച്ചിട്ട് ഉണ്ടാക്കാൻ വരാതിരിക്കുക ആദ്യം തന്നെ. പിന്നെ ഇനി പാർട്ടി നടത്തുവാണെങ്കിൽ എക്സൽ ബ്രീഡ് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഹെവി ബ്രീഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഏരിയ തിരിച്ചു വെക്കുന്നേ. അപ്പൊ ഞങ്ങൾ അവിടെ സമാധാനത്തോടെ പോയിരിക്കുമല്ലോ. ഇത് ഞങ്ങളുടെ പൈസ മേടിച്ച് നിങ്ങൾ പോസം പാർട്ടി നടത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു സാധനത്തിലേക്കും വരാനും പറ്റുന്നില്ല. ഈ ഡോഗ് ഏതാണ്ട് ഒരു അലമ്പ് ഡോഗാണെന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിന്റെ ആ ഒരു സംസാരം ഞാൻ അവിടെ ആയതുകൊണ്ട് സംസാരിച്ചില്ല. പെറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രഹസനമായിരിക്കും ഈ പാർട്ടി നടത്തുന്നതിൽ. പെറ്റ്സ് സ്വന്തം മക്കളായിട്ട് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ പ്രഹസനം നടത്തുന്ന കുറെ ആൾക്കാരാണ് അവിടെ ഈ വെള്ള യൂണിഫോം കൊടുത്ത് നിങ്ങൾ ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ പേടി, അയ്യോ എന്നെ പിച്ചി, എന്നെ മാന്തി എന്ന് പറയുമ്പോൾ തന്നെ ബോധം കെട്ടി വീഴുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നടത്തിയിട്ട് കാര്യമില്ല.
മനസ്സിലായോ? ഡോഗ്സിന് വാക്സിനേറ്റ്, നിങ്ങൾ പറയുന്നത് വാക്സിനേഷൻ എടുത്ത് കൊണ്ടുവരണം പറഞ്ഞു, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോഗ്സിനെ എല്ലാവരും ഇഷ്ടപ്പെടണം, എല്ലാവരെയും നല്ല രീതിയിൽ ഇതാക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. ഡോഗ്സ് ഇപ്പോൾ അത്രയും ചൂടാണ്. പിന്നെ മ്യൂസിക്കും ഇതൊക്കെ വരുമ്പോൾ എല്ലാ ഡോഗുകൾക്ക് അത് പിടിക്കണം എന്നില്ല. എപ്പോ ഇവർ ചേഞ്ച് ആവുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. അത്രയും ബുദ്ധിമുട്ടുണ്ടായി കാരണം ഈ പ്രാവശ്യം വാളണ്ടിയേഴ്സ് ആയിട്ടിരുന്ന ഒരു 90% ആൾക്കാർ അലമ്പായിരുന്നു. ഒരു രീതിയിലും പാർക്കിങ്ങിന്റെ ഭാഗത്തായിക്കോട്ടെ, എൻട്രിയുടെ ഭാഗത്തായിക്കോട്ടെ, ഒരു രീതിയിലുള്ള ഇതില്ല. നമ്മളേതാണ്ടും വലിഞ്ഞു കയറി ചെല്ലില്ലേ, അതേപോലത്തെ സ്വീകരണവും. അതേസമയം ഷിറ്റ്സു ആയിട്ടൊക്കെ പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഷിറ്റ്സുന് ഇങ്ങനെ തിങ്ങിന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് ഷിറ്റ്സു. എനിക്ക് 4-5 പേരുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായി? ഞാൻ കെനലൊന്നും നടത്തുന്ന ആളല്ല, എനിക്ക് പെൻസിൽ ഇഷ്ടമായതുകൊണ്ടാണ്. മനസ്സിലായോ? ഇതാദ്യമായിട്ടാണ് അവനെയും കൊണ്ട്, ഒരു ജർമ്മനായിരുന്നു, അവനെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഇത്. അത് നമ്മളെ തേടി പിടിച്ച് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ നോക്കണ്ടേ, നിങ്ങൾ കുട്ടികളെ കടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളെ എൻട്രി ചെയ്യരുതെന്നേ. അല്ലെങ്കിൽ വലിയ നായകൾക്കുള്ള എൻട്രി നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളവിടെ വിളിച്ചു പറയണം വലിയ നായകളുടെ അടുത്ത് കുട്ടികൾ ആരും പോവരുത്, അല്ലെങ്കിൽ വലിയ നായകളായിട്ട് വന്നവരുടെ മേത്തേക്ക് ഇങ്ങനെ വരരുത്, അടുത്തു കൂടി പോവരുത് എന്നൊക്കെ നിങ്ങൾ പറയണം. എന്നിട്ട് ഞങ്ങളെ പോലുള്ളവരെ പൈസ മേടിച്ച് നിങ്ങൾ ഈ സാധനം നടത്തിയിട്ട് ഞങ്ങൾ അപമാനിക്കല്ല ചെയ്യേണ്ടത്. ഇപ്പോ ആ ചെറുക്കൻ എന്നിട്ട് എൻ്റെ നമ്പറൊക്കെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോസം പാർട്ടി എന്ന് പേര്, പട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു ആഘോഷമില്ലാണ്ട് പാർട്ടി എന്നുള്ള സാധനം കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ.